വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കർത്തവ്യം. വളരെ അടുത്ത സമയത്ത് റിലീസ് ചെയ്തതായുള്ളൊരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: പുലരികൾ പൂവിൽ എഴുതിയത് എന്നുള്ള തലക്കെട്ട്. പുലരികൾ പൂവിൽ എഴുതിയത്. പേര് ഓർത്തിരിക്കാൻ വളരെ പ്രയാസമാണ് എന്നത് എനിക്കറിയാം. പലപ്പോഴും തലക്കെട്ട് കാണുന്ന അവസരത്തിൽ ആ പുസ്തകത്തിൽ എന്താണ് പുലരികൾ പൂവിൽ എഴുതിയത് എന്നുള്ളതായുള്ള ചിന്തയായിരിക്കും നമ്മെ ഭരിക്കുന്നത്. എന്നാൽ ഈ പുതിയ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. കാരണം ഇതും ഒരു പുലരിയാണല്ലോ. വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദി സമാപന സമ്മേളനത്തിലേക്ക് നമ്മെ ചേർന്ന് വന്നിരിക്കുന്നു. പൂവിൽ എഴുതിയത് എന്നുള്ളതായ പുസ്തകത്തിൽ അതിൻ്റെ ഗ്രന്ഥകർത്താവ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഷാജി ജോസ് സാറാണ്. 22ാമത്തെ പുസ്തകമാണ്. 21 അധ്യായങ്ങളിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പല ആളുകളെക്കുറിച്ചാണ് പറയുന്നത്, പല സംഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ അധ്യായത്തിലും ആദ്യത്തെ വിവരണത്തിന് ശേഷം ഒരു വേദവാക്യം ഉണ്ടായിരിക്കും. പിന്നീട് ഹൃദയപാഠം എന്ന് പറയുന്നതായ തലക്കെട്ടിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കുറിക്കും. അവസാനം ഈ പറഞ്ഞതുപോലെ വ്യക്തികളുടേതോ സംഭവത്തിൻ്റെയോ വിവരണങ്ങളോടുകൂടിയാണ് ഓരോ അധ്യായവും അവസാനിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് മഴ ഒരു ധ്യാനമാണ് എന്നുള്ള തലക്കെട്ടാണ്. മഴ ഒരു ധ്യാനമാണ്. നമുക്കറിയാവുന്ന എഴുത്തുകാരിയായ സുധാമൂർത്തി ഒരു ദിവസം തൻ്റെ ഔദ്യോഗിക പര്യടനത്തിനായി ബോംബെയിൽ എത്തിച്ചേർന്നു. മുട്ടമഴ. അവർ ഓടിച്ചെന്ന് ഒരു കടയുടെ തിണ്ണയിൽ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ ഒരു സുഹൃത്ത്, ഡൽഹിയിലുള്ള ഒരു സുഹൃത്ത് ആ ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കണ്ടു. ഒരു പ്രശ്നം, ഈ സുഹൃത്ത് ഏത് കാര്യം പറഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് കാണുകയുള്ളൂ. അതുകൊണ്ട് ഈ സുധാമൂർത്തിക്ക് എങ്ങനെയെങ്കിലും ഈ സുഹൃത്തിനെ ഒന്ന് മാറി കാണാതെ വേറൊരിടത്ത് ഓടിപ്പോയാൽ കൊള്ളാം എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായി. പക്ഷെ മഴയത്ത് പോകാനൊക്കെ അവിടെ തന്നെ നിൽക്കുന്നു. മീനു കണ്ടെത്തി. മീനു അവിടേക്ക് ഓടി വരികയാണ്. അപ്പോൾ ഈ മീനുവിൻ്റെ സ്വഭാവം, അവരൊരുമിച്ച് പാർത്ത സുഹൃത്തുക്കളായിരുന്നുകൊണ്ട് മീനുവിൻ്റെ സ്വഭാവം, നമുക്ക് രാവിലെ നടക്കാൻ പോകാം എന്ന് പറഞ്ഞാൽ ഉടനെ പറയും, വെയിൽ വന്നാൽ എന്ത് ചെയ്യും, മഴ വന്നാൽ എന്ത് ചെയ്യും, നടക്കാൻ പോകണമെന്ന് ആരാ പറഞ്ഞത്, എന്തിനാണ് നടക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അതിനെ ഇല്ലാതെയാക്കുന്നത്. വേണ്ട എന്ന് വെപ്പിക്കേണ്ടതായിട്ട് വരും. അതുപോലുള്ള സ്വഭാവമാണ്. അപ്പോൾ ഈ മീനു സുധാമൂർത്തിയെ കണ്ട അവസരത്തിൽ പറഞ്ഞു, സുധാമൂർത്തി, വളരെ നാളുകൾക്ക് ശേഷമാണല്ലോ നാം കാണുന്നത്, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരുമിച്ച് പാർക്കാം. അപ്പോൾ സുധാ പറഞ്ഞു, എനിക്ക് ഇന്ന് മറ്റൊരു പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് അതിന് സാധിക്കുകയില്ല. എന്നാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചായ കുടിക്കാം, അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കാമല്ലോ. ഒത്തിരി നാളായിരുന്നു നമ്മൾ കണ്ടിട്ട്, പല കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ടുണ്ട്. അവർ ചായക്കടയിൽ പോയി ചായയൊക്കെ വാങ്ങി അവിടെ നിന്ന് അവരെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വർത്തമാനം പറഞ്ഞ അവസരത്തിൽ ഈ മീനുവിലുണ്ടായ ഒരു വ്യത്യാസം സുധ കണ്ടെത്തുകയാണ്. ഇപ്പോൾ മീനു പറയുന്നതായ എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണ്. എന്തുണ്ട് വിശേഷം, നമുക്ക് രാത്രി പാർക്കാം, നമുക്ക് ചായക്കടയിൽ പോകാം, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, ഇങ്ങനെ പറയുന്നതായ എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണ്. ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ സുധ ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ ഈ വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം കാരണമായ രാജകുമാരനാരാ? അപ്പോൾ മീനു പറഞ്ഞു, ഒരു രാജകുമാരനും ഇല്ല. പിന്നെ എങ്ങനെയാണ് നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടായത്? അവൾ പറഞ്ഞു,
ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് തെരുവിൽ പാർക്കുന്നതായുള്ള 2 ആളുകളുണ്ട്. ഒരു മനുഷ്യൻ വളരെയധികം പ്രായമുള്ളതായിട്ടുള്ള ഒരാളാണ്. ആളിൻ്റെ പേരക്കുട്ടിയുമാണ്. 2 പേരേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അവർക്ക് ഭക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ മിക്കവാറും ഈ മീനു അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും. എന്നാൽ ഇന്ന് മഴയായതുകൊണ്ട് മീനുവിന് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. മഴ പെയ്യുന്നതായിട്ടുള്ളൊരു ദിവസമാണ്. ഈ മഴയെ ശപിച്ചുകൊണ്ട് അവർ വീട്ടിൽ നിൽക്കുന്ന അവസരത്തിൽ ഈ ജനലിൽ കൂടി ഒരു കാഴ്ച കണ്ടു. ഈ തെരുവിൽ പാർക്കുന്നതായിട്ടുള്ള മനുഷ്യനും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയും കൂടി ഒരുമിച്ച് മഴ നനഞ്ഞ് ആർത്ത ഉത്സാഹത്തോടു കൂടി അങ്ങ് ഉത്സവം കൊണ്ടാടുന്നത് പോലെ പെരുമാറുകയാണ്. അപ്പോൾ ഈ മീനു വിചാരിച്ചു, എൻ്റെ ജീവിതത്തിൽ യാതൊരു എൻ്റെ ജീവിതത്തിൽ ലഭിച്ചതായുള്ള സൗകര്യാദികളൊന്നും തന്നെ അവർക്കില്ല. അവർക്കൊരു വീടില്ല, അവർക്ക് കിടക്കാനൊരു നല്ല ബെഡില്ല, അവർക്ക് കഴിക്കാൻ നല്ല ആഹാരമില്ല, അവർക്ക് പലതുമില്ല. എങ്കിലും എനിക്കില്ലാത്തത് ഇപ്പോൾ ഞാൻ അവരിൽ കാണുന്നു. അവർ ഉള്ളതിൽ സംതൃപ്തരാണ്. അത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇനിയും എനിക്കുള്ള നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നതിനായിട്ട് എനിക്കിടയായിട്ട് തീരണം. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ സുധ പിന്നീട് ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിന്നെ ഈ മാറ്റിമറിക്കുവാൻ, ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ ഉണ്ടാകുവാൻ്റെ കോണം നിന്നെ സഹായിച്ചതായിട്ടുള്ള ആ ഗുരുവിന് നീ എന്താണ് ദക്ഷിണ കൊടുത്തത്? സുധാമൂർത്തിയെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാരായണമൂർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പല ചാരിറ്റബിൾ പ്രോജക്റ്റിന് വേണ്ടി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതായുള്ള വ്യക്തിയാണ്. അനേക പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. വസ്തുത ചോദിച്ചു, നീ എന്താണ് ദക്ഷിണ കൊടുത്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ വിചാരിച്ച പോലെ ഒരു ഗുരുവിൻ്റെ അടുത്തൊന്നും ദക്ഷിണയൊന്നും കൊടുക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ കണ്ടതായിട്ടുള്ള ആ വ്യക്തി 2 പേരിൽ ഒരാൾ മരിച്ചപ്പോൾ ഈ കുഞ്ഞ് അനാഥയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു, അവളെ അടുത്തുള്ളതായുള്ള സ്കൂളിൽ ചേർത്ത് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി ഈ മീനുവിൽ വന്നതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കണ്ടതായിട്ടുള്ള അവസരത്തിൽ. ഇന്ന് ഈ വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദി സമ്മേളനം ഇതിൽ സംബന്ധിക്കാനായിട്ട് വളരെയധികം താല്പര്യത്തോടുകൂടി അടുത്തുനിന്നും ദൂരത്തുനിന്നൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സന്തോഷത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ ഇരിക്കുന്നത് കൂടുതൽ അമ്മമാർ മാത്രമല്ല, യുവജനങ്ങളുമുണ്ട്. യുവജനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ 12 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള എല്ലാവരെയും അതിനകത്ത് ചേർക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഏറെ ഇവിടെ ഉണ്ട് എന്നത് ഞാൻ കാണുകയുണ്ടായി. അതിലാണ് എൻ്റെ സന്തോഷം. തിരുമേനി പറഞ്ഞു, ഇന്ന് നമ്മൾ ഈ ശതാബ്ദിയുടെ അവസാനം, അതിൻ്റെ ഫിനാലെ കൊണ്ടാടുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാവണം. നമ്മളിത് ഏറ്റെടുക്കണം. തിരുമേനി പറഞ്ഞത് എല്ലാം എനിക്ക് കേൾക്കാൻ മേലതും കുറച്ച് കേട്ടത് അങ്ങനെയാണ്. ഇത് നാം ഏറ്റെടുക്കണം. തയ്യാറാണ്. ഒരിക്കലും ജീവിതത്തിൽ വ്യത്യാസം വരികയില്ല എന്ന് പറഞ്ഞതായുള്ള മീനുവിന് തെരുവിൽ പാർക്കുന്നതായുള്ള ഒരു യാചകനും ആ യാചകൻ്റെ ചെറിയ കുട്ടിയും ഒരു രൂപാന്തരം വരുത്തുവാനും കാരണമായി തീർന്നുവെങ്കിൽ ഇനി വനിതാ മന്ദിരത്തെക്കുറിച്ചും അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒന്നും ഞാൻ പറയേണ്ട ആവശ്യകതയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നതാൽ എനിക്കും നിങ്ങൾക്കും ഒരു രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതാണ് ഇന്ന് ചോദിക്കേണ്ടത്. തിരുമേനി പറഞ്ഞു, നിങ്ങൾ വേദപുസ്തകം ക്രമമായിട്ട് വായിക്കണം. ഇന്ന് വേദപുസ്തകം വായന വളരെ കുറവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ തിരുമേനി തന്നെയാണ് അത് നിങ്ങളോട് പറഞ്ഞത്. വേദപുസ്തകം വായിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ദൈവത്തിൻ്റെ ചിന്ത, അത് ഞാൻ ഏറ്റുവാങ്ങണം, പഠിക്കണം, ധ്യാനിക്കണം, മനനം ചെയ്യണം, നമ്മളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് കൊണ്ടുവരണം.
ഇതിനു വേണ്ടി വേദപുസ്തകം നാം പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഇത് എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാനായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദൃശ്യനായിട്ടുള്ള ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നതായുള്ള കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തു ജീവിതത്തിൽ ആരാണ് എന്നത് തിരുമേനി ചോദിക്കുകയുണ്ടായി. യേശുവുമായുള്ള ബന്ധം എന്താണ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാമോദിസ ഏറ്റതായിട്ടുള്ള ആളുകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ we have identified ourselves with the death and resurrection of Jesus Christ. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ് എന്നത് അംഗീകരിക്കുവാൻ തക്കവണ്ണം സ്വീകരിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളതായിട്ടുള്ള ആളുകളാണ്. എങ്കിൽ he can change our lives. കഴിഞ്ഞ 100 വർഷമൊക്കെ പോകട്ടെ, അതിലൊന്നും നമ്മൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെ വിലയിരുത്താം. എന്നാൽ ഇന്ന് ഈ വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദിയുടെ ഫിനാലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായുള്ള അവസരത്തിൽ എനിക്കും നിങ്ങൾക്ക് ഇതിലൊരു പങ്കാളിത്തമുണ്ട് എന്ന് മനസ്സിലാക്കി ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടോ? ഇവിടെ 10 പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കൂടിയൊക്കെ കാണുകയുണ്ടായി. ഈ 10 പ്രോഗ്രാമുകളും നടപ്പിലാക്കുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള ധാരാളം പണം ആവശ്യമുണ്ട്. ഒരുപക്ഷെ സേവികാ സംഘത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ആ പണം ഉണ്ടാക്കുന്നതിൽ വ്യാപൃതരായിരിക്കാം. എന്നാൽ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മളുടെയാണ്. വി ദ പീപ്പിൾ ഓഫ് ഗാഡ്, നമ്മെയാണ് ആവശ്യം. നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. അയ്യോ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് സാധിച്ചു എന്ന് വന്നേക്കാം. മോശ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒറ്റയടിക്ക് ഒരാളെ കൊന്നതായിട്ടുള്ള വ്യക്തിയാണ്. ദൈവം വിളിച്ചു, ആകയാൽ വരിക, ഞാൻ നിന്നെ അയക്കും, ഞാൻ നിന്നെ അയക്കും. ഈ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തെ അനുസരിക്കുവാൻ സാധ്യമായിട്ട് തീരുന്ന എന്നിലും നിങ്ങളിലൂടെയാണ് ഇന്ന് ഈ വനിതാ മന്ദിരം കൂടുതൽ ജഡം ധരിക്കുവാൻ തക്കവണ്ണം സാധ്യമായിട്ട് തീരേണ്ടത്. അപ്രകാരം ജഡം ധരിക്കുവാനായിട്ടുള്ള ഒരുക്കം വഴിയൊരുക്കുവാൻ എനിക്കും നിങ്ങൾക്ക് ഇന്ന് സാധ്യമായിട്ട് തീരുന്നു എന്നതാണ് പ്രധാനമായിട്ട് ചോദിക്കേണ്ടത്. നമ്മൾ വളരെ അടുത്ത സമയത്ത് മലയാള മനോരമയിൽ വായിച്ചതായിട്ടുള്ളൊരു ഫീച്ചറുണ്ട്. വിളക്ക് മരം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. സെപ്റ്റംബർ 28 പ്രസിദ്ധീകരിച്ചതായുള്ള സൺഡേ സപ്ലിമെൻ്റിൽ വന്നതായിട്ടുള്ള ഒരു ഫീച്ചറാണ് വിളക്ക് മരം. മഹാരാഷ്ട്രയിലെ മേൽക്കാറ്റ് കടുവാ സങ്കേതത്തിലെ കൊടും കാട്ടിനുള്ളിലൂടെ 40 കിലോമീറ്റർ നടന്ന് എത്തേണ്ടതായിട്ടുള്ള ട്രൈബൽസിൻ്റെ ഒരു ഗ്രാമമുണ്ട്, ബൈരാഘാട്ട് എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രാമം. അവിടേക്ക് പോയി തൻ്റെ ജീവിതം ചെലവഴിക്കുവാൻ ആഗ്രഹിച്ചതായിട്ടുള്ളൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ രവീന്ദ്ര കോൽഹെ. ആ ഡോക്ടർ 1 രൂപ ഡോക്ടറാണ്. ഇന്നത് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല. അദ്ദേഹം ഈ ട്രൈബൽസിനെയൊക്കെ കാണുന്നതായിട്ടുള്ള അവസരത്തിൽ കൺസൾട്ടേഷൻ ഫീ 1 രൂപ മാത്രമാണ്. അദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചതായിട്ടുള്ള അവസരത്തിൽ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ കൂടെ താമസിക്കുന്നതൊക്കെ നല്ലതാണ്, എന്നാൽ ഞാൻ ആഴ്ചയിൽ 1 മാസം 400 രോഗികളെ കാണുമ്പോൾ എനിക്കെന്നെ കിട്ടും? കണക്കറിയാമല്ലേ? വനിതാ മന്ദിരത്തിൽ പഠിച്ചാൽ മതി, കണക്കൊക്കെ പഠിപ്പിക്കും. 400 രൂപ കിട്ടും. താമസിക്കാൻ തയ്യാറാണോ? ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള ഭവനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് ഉത്തരം പറയാം. 400 രൂപ കൊണ്ട് ഒരു മാസം ജീവിക്കാനായിട്ട് സാധിക്കുമോ? ഈ ഡോക്ടർ മഹാരാഷ്ട്രയിൽ ജനിച്ച നാഗ്പൂരിൽ MBBS ഒക്കെ പാസ്സായി
അവിടെ വന്ന് ട്രെയിൻ കയറി ഈ പ്രദേശത്തേക്ക് പോയതായിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ അങ്ങ് വരെ ട്രെയിൻ പോവുകയില്ല. അതുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ 2 വീലറിൽ 40 കിലോമീറ്റർ യാത്ര ചെയ്തു. പിന്നെ ആ 2 വീലർ അവിടെ ഇട്ടിട്ട് വനത്തിനുള്ളിലൂടെ 40 കിലോമീറ്റർ നടന്നു. അങ്ങനെയാണ് ഈ പ്രദേശത്ത് ചെന്നെത്തുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നത്. ഞാൻ MBBS പഠിച്ചതായിട്ടുള്ള അവസരത്തിൽ 2 പ്രത്യേകതകൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒന്ന്, ഗർഭിണികളെ ചികിത്സിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ സോണോഗ്രഫി കൂടാതെ എനിക്ക് അവരെ ചികിത്സിക്കുവാനായിട്ട് സാധിക്കണം. കഴിയുമോ? 2 പറഞ്ഞു, ഇവിടെ ധാരാളം ആളുകൾ ന്യൂമോണിയ വരുന്ന ആളുകളുണ്ട്, അങ്ങനെ മരിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് ഒരു എക്സ്റേ എടുക്കാതെ ഒരു രോഗിയെ നോക്കി ന്യൂമോണിയ ആണെന്ന് മനസ്സിലാക്കി ചികിത്സിക്കാനായിട്ട് സാധിക്കണം. അദ്ദേഹം ഈ സ്ഥലത്ത് ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ പോയി താമസിച്ചു എന്ന് മാത്രമല്ല, താമസിച്ചതിന് ശേഷം പിന്നീട് ട്രെയിനിങ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നാഗ്പൂർ താൻ പഠിച്ചതായുള്ള കോളേജിൽ പോയി MD ചെയ്തു, തിരിച്ചുപോയി ഈ ഗ്രാമത്തിൽ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ഒരു കുടുംബം ആവശ്യമാണ് എന്ന് പറഞ്ഞതായിട്ടുള്ള അവസരം, വിചാരിച്ചതായിട്ടുള്ള അവസരം അദ്ദേഹം പറഞ്ഞു. മുമ്പേ ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? 400 രൂപയ്ക്ക് ഒരു മാസം ജീവിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ആവശ്യം വന്നാൽ, ഇപ്പോൾ ഇവിടെ 40 കിലോമീറ്റർ നടന്ന് ഇവിടെ എത്താനൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ആവശ്യം വന്നാൽ 40 കിലോമീറ്റർ നടന്ന് പോകാനായിട്ടുള്ള മനസ്സൊരുക്കം വേണം. മൂന്നാമത് പറഞ്ഞു, നമ്മൾ വിവാഹം കഴിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വിവാഹ ചെലവ് വെറും 5 രൂപ. സാധിക്കുമോ? അങ്ങനെയുള്ള ഒരാളെയാണ് എനിക്ക് പങ്കാളിയായിട്ട് കിട്ടേണ്ടത്. കിട്ടുമോ? കിട്ടി. ഹോമിയോപ്പതി പഠിച്ചതായുള്ളൊരു ഡോക്ടർ സ്മിത പറഞ്ഞു, ഞാൻ വരാം, ഞാൻ വന്ന് അവിടെ താമസിക്കാം. അവിടെ താമസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ലൈറ്റില്ല, വെള്ളമില്ല, ആഹാര സാധനങ്ങൾ വേണമെങ്കിൽ കാട്ടിപ്പോകണം, ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള പ്രയാസം. അവരവിടെ ചെന്ന് താമസിച്ചു. കാട്ടിനുള്ളിൽ പോയി എവിടെയാ വെള്ളം കിട്ടുമെന്ന് വെച്ചാൽ അവിടുന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നു. എൻ്റെ ഭക്ഷണ സാധനം കിട്ടുമോ അതൊക്കെ പോയി കണ്ടുപിടിച്ച് അതൊക്കെ വിനിയോഗിക്കുവാൻ്റെ കോണം താല്പര്യപ്പെട്ടു. തങ്ങൾ താമസിക്കുന്നതായുള്ള മുറ്റവും വീടുമൊക്കെ ചാണകം കൊണ്ട് ശരിയായിട്ട് മെഴുകണം, അത് ചെയ്തു. ഈ ഡോക്ടറുടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും വേണം. മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. ഇതായി പറഞ്ഞതിൻ്റെ അർത്ഥം, മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. അതുകൊണ്ട് ഈ കുളക്കരയിൽ കിടന്ന ആളിനോട് കർത്താവ് ചോദിച്ചതായുള്ള ചോദ്യമാണ് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. മനസ്സുണ്ടോ? നമ്മളുടെ വനിതാ മന്ദിരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ സ്ത്രീകളെ ശക്തീകരിച്ചിട്ടുള്ളത് അനേക പുസ്തകങ്ങളിലൂടെ സേവിക സംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അറിയാവുന്ന കാര്യങ്ങളാണ്. യേശു ശമരിയാക്കാരത്തി സ്ത്രീയുമായിട്ട് സംഭാഷിക്കുന്നതായുള്ള വിവരം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒന്ന്, യഹൂദന്മാർക്ക് അവിടെ പോകുന്നതിന് യാതൊരു അനുവാദം ഉണ്ടായിരുന്നില്ല. അവിടെ പോയി ഒരു പുരുഷന് ഒരു സ്ത്രീയോട് പരസ്യമായിട്ട് സംസാരിക്കുന്നതിന് അനുവാദമില്ലായിരുന്നു, സംസാരിച്ചു. ഒരു ശമരിയാക്കാരത്തെ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുവാനായിട്ട് അനുവാദമില്ലായിരുന്നു. പിന്നെ നീ എന്താ ഇത് എന്നോട് ചോദിക്കുന്നത് എന്ന് വരെ ചോദിച്ചു. സേവികാ സംഘവും വനിതാ മന്ദിരവും ഒക്കെ ഇന്ന് ധാരാളം വനിതാ സുവിശേഷകരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം വിശ്രാന്തി ഭവനിൽ വിശ്രമിക്കുന്നു. എന്നാൽ വനിതാ സുവിശേഷകരായി പോകുവാൻ്റെ ഗുണം താല്പര്യമുള്ളതായിട്ടുള്ള ആളുകൾക്ക് സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുമോ? കമ്മിറ്റ്മെൻറ്റ്, ഏണസ്നെസ്, കഠിനമായുള്ള പ്രയത്നം, ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്യുവാനായിട്ട്.
ഞാൻ ഓർക്കുന്നുണ്ട്, ഹൈദരാബാദിൻ്റെ ചുമതല എനിക്കുണ്ടായിരുന്ന അവസരത്തിൽ അവിടെ സേവികാ സംഘത്തിൻ്റെ സുവിശേഷകരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഗ്രാമങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ സൈക്കിൾ ഉപയോഗിച്ച് വെക്കുള്ളൂ. സൈക്കിൾ ഞാൻ വാങ്ങിച്ചു തരാം, പഠിക്കാമോ? പഠിച്ചു, പോയി. അങ്ങനെ സൈക്കിൾ ചവിട്ടിയതായുള്ള ആളുകൾ ഇവിടെ വനിതാ സുവിശേഷകരായിട്ടുണ്ട്. ജീവിതത്തിൽ ഏത് പ്രയാസ സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനായിട്ടുള്ളൊരു മനക്കരുത്ത് നമുക്ക് ആവശ്യമാണ്. അതിന് സാധിക്കുമോ എന്നതാണ് നാം ചോദിക്കേണ്ടത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭ മുമ്പേ പറക്കുന്ന പക്ഷി, തിരുമേനി പറഞ്ഞതായുള്ള വാക്കുകൾ തന്നെ എന്ന പോലെ ഈ സഭ കാലാകാലങ്ങളിൽ സഭയുടെ വനിതകൾ ഓരോ രംഗങ്ങളിലൊക്കെ കയറി വരണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് 81 വനിതകൾ ദൈവശാസ്ത്ര വിഷയത്തിൽ ഡിഗ്രിയും ഡിപ്ലോമയും സമ്പാദിച്ചിട്ടുണ്ട് എന്ന ഒരു ഡേറ്റ ഞാൻ കാണുകയുണ്ടായി. 81 വനിതകൾ. സഭയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണം പ്രാധാന്യമർഹിക്കുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മണ്ഡലത്തിലൂടെ നാം ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഇനി അടുത്ത് വരുന്ന മണ്ഡലം ഇലക്ഷനിൽ 33% വനിതകൾ തിരഞ്ഞെടുക്കപ്പെടണം. ആർ യു പ്രിപ്പയർ? ഇന്ന് ഈ മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഒരു എപ്പിസ്കോപ്പായി തിരഞ്ഞെടുക്കുന്നതായുള്ള സ്ഥാനത്ത് വരെ സ്ത്രീകൾക്ക് വരുന്നതിനായുള്ള സ്വാതന്ത്ര്യമുണ്ട്. പുരുഷ മേധാവിത്വമൊക്കെ ഉണ്ട് എന്ന് നാം പറയുന്നതായുള്ള അവസരത്തിൽ പോലും ഈ സഭയിൽ ഒരു മെത്രാച്ചൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് അവിടെ വരുന്നതിനായുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഇന്ന് സഭയിലുണ്ട്. ഈ സ്വാതന്ത്ര്യം വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരണം. അതുകൊണ്ട് ഏകദേശം ഒരു നൂറ്റാണ്ട് സ്ത്രീകളുടെ ജീവിതത്തെ എല്ലാം പ്രകാശമാനമാക്കിയ മാർത്തോമാ വനിതാ മന്ദിരം ഉൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങൾ സേവികാ സംഘത്തിന് വഴിയൊരുക്കുവാൻ കൊണ്ടിടയായിട്ട് തീർന്നിട്ടുണ്ട്. എല്ലാം പറയുന്നതിനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഓസ്ട്രേലിയൻ മിഷണറി മിസ് കെല്ലവേ 22 വർഷങ്ങളാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് ഇവിടെ പാർത്തത് എന്നത് സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം മിസ് മറിയം ശാമുവൽ, മിസ് സൂസി ഡേവിഡ്, മിസ് സാറാമ ഈപ്പൻ എന്നിവർ പ്രിൻസിപ്പാൾമാരായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതോളം ഇവരെല്ലാം ദൈവത്തോടെ ചേർന്ന് നിന്നിട്ടുള്ള ആളുകളാണ്, പറ്റി നിന്നിട്ടുള്ള ആളുകളാണ്. അവരുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ കാലങ്ങളിലെല്ലാം ഈ വനിതാ മന്ദിരം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുവാൻ ഇടയായിട്ട് തീർന്നത്. ഉറുമ്പിനെ കുറിച്ചൊരു ചിത്രീകരണം ഞാൻ ഈ അവസരം കാണുകയുണ്ടായി. ഉറുമ്പ് വളരെ ചെറിയൊരു ഇൻസെക്റ്റ് ആണല്ലോ. ഈ ഉറുമ്പ് ഒന്നും ചെയ്യുന്നതിനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ നാം വിചാരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദേ പ്ലാൻ എഹെഡ്, ദേ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റേ യുണൈറ്റഡ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദേ പ്ലാൻ എഹെഡ്, ദേ വർക്ക് ഹാർഡ് ആൻഡ് ദേ സ്റ്റേ യുണൈറ്റഡ്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്യാൻ വി പ്ലാൻ തിങ്സ് എഹെഡ്? ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ് എന്ന് ദൈവത്തോട് ചോദിക്കാൻ ധൈര്യമുണ്ടോ? ആ വാക്ക് തന്നെയാണ്, ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം ദൈവം വല്ലതും പറഞ്ഞാൽ കേട്ടേ വെക്കുള്ളൂ. ധൈര്യമുണ്ട്. ജീവിതത്തെ നേരത്തെ പ്ലാൻ ചെയ്യുന്നതിനായിട്ട് സാധിക്കുമോ? പ്ലാൻ എഹെഡ്. ഓസ്ട്രേലിയ കടന്നതായുള്ള വ്യക്തി ഇവിടെ വന്ന് CMS മിഷണറിമാരോട് കൂടെ ബേക്കർ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇവിടേക്ക് വന്നത്, വനിതാ മന്ദിരത്തിലേക്ക് വന്നത്. തിരുമേനി പറഞ്ഞ പോലെ ഈ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പല ഗ്രഡേഷനിലാണ് താഴോട്ട് പോകേണ്ടത്. ആ താഴത്തെ നിലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നതായിട്ടുള്ള ഒരു മന്ദിരമാണ് വനിതാ മന്ദിരം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. വനിതാ മന്ദിരം എന്നത് ഒരു ഭവനം മാത്രമല്ല, സ്ത്രീകളുടെ ജീവൻ മാറ്റിമറിച്ച ശക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ശക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമാണ്. ഇറ്റ്സ് എ സിമ്പിൾ. ആ സിമ്പിൾ ആണ് എന്ന് പറയുന്നതായുള്ള വനിതാ മന്ദിരത്തെ തൊട്ടറിയാത്തതായുള്ള ആരും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിൽ now it is our responsibility to see that things move ahead. ഇപ്പോൾ വനിതാ മന്ദിരത്തിൽ സുവിശേഷ പരിശീലനത്തോടൊപ്പം വിവിധ കോഴ്സുകളുണ്ട് എന്നത് നാം ഇവിടെ കേൾക്കുകയുണ്ടായല്ലോ. ഒരു കണ്ടീഷനുമില്ലാതെ
ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഈ ഓഖി എന്ന് പറയുന്നതായിട്ടുള്ള സംഭവം കേട്ടിട്ടുണ്ടല്ലോ. കടൽ എരച്ചു കയറി അനേക മുക്കുവരെ നശിപ്പിച്ചതായിട്ടുള്ള, ജീവനൊടുക്കിയതായിട്ടുള്ള രംഗം. അപ്പോൾ ഈ ഓഖിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പൊക്കെ കിട്ടി. മുന്നറിയിപ്പൊക്കെ കിട്ടിയ അവസ്ഥയിൽ എന്ത് ചെയ്യാനോ, ആഴക്കടലിൽ പോയിരിക്കുന്ന ആളുകൾ ഇനി വരണ്ടേ, കരയ്ക്ക് വരണ്ടേ. ഇവിടെ നോക്കിയിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള സ്ത്രീകൾ മാറത്തലച്ചൊക്കെ നിലവിളിക്കുന്നുണ്ട്. എന്നെ, എൻ്റെ മക്കളെയും ആര് നോക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭർത്താക്കന്മാരെ വീട്ടിൽ വരുന്നത് കാണാൻ പാടില്ലാതെ, അറിയാൻ പാടില്ലാതെ, വരുമോ എന്ന് തന്നെ നിശ്ചയമില്ലാതെ കരഞ്ഞ് വിലപിച്ച് നേരം വെളുപ്പിച്ചതായിട്ടുള്ള വ്യക്തികൾ. ഒരച്ഛൻ പറയുകയാണ്, കത്തോലിക്ക അച്ഛനാണ്, രാവിലെ 5 മണിക്ക് ഈ പള്ളിയിൽ മണിയടിക്കുമ്പോൾ ഈ മുക്കുവരായിട്ടുള്ള 30 സ്ത്രീകളെല്ലാം പള്ളിയിൽ വരും. ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളുടെ മധ്യത്തിലും ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധം ആഴത്തിലുണ്ട്, വേര് ഊന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഓഖി കടലിൻ്റെ അത്യാഹിതത്തിൽ തങ്ങൾക്കുള്ളവർ മരിച്ചു പോയാലും ഞങ്ങളെ പുലർത്തുന്നത് ഒരു ദൈവമാണ് എന്നുള്ളതായുള്ള ചിന്തയാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ദൈവത്തെ ഉപേക്ഷിക്കാതെ, വിട്ടുകളയാതെ, മാറി നിൽക്കാതെ ചേർന്ന് നിന്ന് ദൈവത്തെ നോക്കി വിളിക്കുന്നതായുള്ള ജനം. കുറച്ചുകൂടെ വിശദമായിട്ട് അച്ഛൻ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ മുക്കുവരായിട്ടുള്ള ആളുകൾ ഈ പള്ളിയിൽ വരുന്നതായിട്ടുള്ള അവസരത്തിൽ ഒന്ന് അവർക്ക് നിസ്സഹായരാണ്. ഈ വേദന കൊണ്ട്, നീറ്റൽ കൊണ്ട്, ഹൃദയത്തിൻ്റെ ഭാരം കൊണ്ട് ഒന്ന് നേരെ നടക്കാൻ പോലും ഒക്കുന്നില്ല. അവർ വന്ന് അവിടെ താഴെ ഇരിക്കുന്നു, അവിടെ കിടക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് അവരെ കാണുന്നത്. അവർക്കും വിശുദ്ധ കുർബാന കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം അച്ഛൻ പറയുന്നത്, ഈ വിശുദ്ധ കുർബാനയുടെ അർത്ഥം എന്താണെന്ന് ഞാൻ ശരിയായത് മനസ്സിലാക്കിയത് അപ്പോഴാണ്. നമ്മളുടെ പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നമ്മൾ കൈവിടാതെ കൂടെ ഇരിക്കുന്നതാണ് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ ഈ ദൈവത്തെ കൈവിടാതെ കൂടെ നിൽക്കുവാനായിട്ട് നമുക്കും സാധിക്കും. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റേതായുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതം, ഇവിടെ മരിച്ചുപോയതായുള്ള പല ആളുകളെക്കുറിച്ചൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അവരൊക്കെ ചെയ്തതായുള്ള സേവനങ്ങളെ, ശുശ്രൂഷകളെ ഒക്കെ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. വാട്ട് വിൽ ബി യുവർ കോൺട്രിബ്യൂഷൻ? എൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? ചോദിക്കണ്ടേ? God has a purpose about each life. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയുന്നതിനായിട്ട് ഇടയായിട്ട് തീരരുത്. വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചതായുള്ളൊരു ലോകത്തിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ, യാതൊരു സങ്കോചം കൂടാതെ, വി ഹാവ് ബിക്കം മോർ കൺസ്യൂമറിസ്റ്റിക്. പണമുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇറങ്ങുകയില്ല. പണമാണ് വേണ്ടത്, ദൈവത്തെയാണ് വേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ ധനവാന്മാരെ കുറിച്ച് പറഞ്ഞതായുള്ള എല്ലാ ഉപമകളും ഈ അവസരത്തിൽ ഓർക്കും നല്ലതാണ്. സഹോദര എന്നൊന്നുമല്ല വിളിക്കുന്നത്, മൂഢ എന്നാണ് വിളിക്കുന്നത്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അത് പിന്നെ ഇനി നിങ്ങളുടേതാക്കി ലിംഗ വ്യത്യാസം വരുത്തിക്കും. ദൈവം തന്നിരിക്കുന്നതായുള്ള മനുഷ്യ സമൂഹത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ വിളിച്ചു കൂട്ടിയതായുള്ള അവസരം. നിങ്ങളെല്ലാവരും വന്നു. ഒരു വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദിയുടെ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ വന്നതല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് പടക്കമോ കുറച്ച് കൊടിയോ ഒക്കെ തന്നാൽ മതിയായിരുന്നു. അതിനല്ല വന്നത്. ഇവിടെ വന്നത് എന്താണ് ഇന്ന് നമുക്കുള്ള സന്ദേശം എന്ന് ഗ്രഹിക്കുവാനായിട്ടാണ്. ഈ സന്ദേശം എന്തെന്ന് ഗ്രഹിക്കുവാനായിട്ട് ആണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ഓപ്പൺ യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്. ഗോഡ് ഹാസ് എ പർപ്പസ് അബൌട്ട് യു, അബൌട്ട് അസ്. അത് പൂർത്തിയാക്കുവാൻ കോണം ദൈവകരങ്ങൾ സമർപ്പിക്കുവാനായിട്ട് ദൈവത്തിൽ ട്രസ്റ്റ് ഉണ്ടോ, വിശ്വാസമുണ്ടോ?
ദൈവം മതിയാനാണ് എന്ന് പറയുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരുമോ? പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമല്ല, അല്ലാതെയും ദൈവത്തിന് വേണ്ടി ചില ജീവിതത്തിൻ്റെ നിലപാടുകൾ എടുക്കുവാനായിട്ട് ആ നിലപാടുകൾ ജീവിതത്തിൽ എടുക്കുക എന്നാണ് ജീവിതത്തെ ഭാസ്കരമാക്കി തീർക്കുന്നതായിട്ടുള്ള കാര്യം എന്നത് മറക്കുവാനായിട്ട് ഇടയാവരുത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം നാം വായിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ ശിഷ്യന്മാരെ മീൻ പിടിക്കുവാനായിട്ട് പോയതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ കണ്ടതിന് ശേഷമാണ് എഴുന്നേറ്റ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പത്രോസൊക്കെ പറഞ്ഞപ്പോൾ കൂടെ പോയതായിട്ടുള്ള ആളുകൾ അവരൊക്കെ പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ദാറ്റ് റിമൈൻഡ്സ് ഓഫ് ജീസസ് വേർഡ്സ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. സംഹൗ വി ഓൾ ബിലീവ് എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ്. തെറ്റാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. ദൈവം അനുവദിച്ചിട്ടല്ലാതെ കണ്ണ് ഒരു പ്രാവശ്യം പോലും അടയ്ക്കാൻ സാധിക്കത്തില്ല, ദൈവം അനുവദിച്ചിട്ടല്ലാതെ. ഇത്രയും ക്ഷണികമായുള്ളൊരു ആയുസ്സിനെ ഇത്രയും ദീർഘനാൾ ഈ ലോകത്തിൽ ജീവിക്കുവാനൊക്കെ ദൈവം അനുവദിച്ചതായിട്ടുള്ള അവസരത്തിൽ വാട്ട് ഈസ് അവർ റിട്ടേൺ ടു ഹിം, ടു ദ ഗോഡ് ഹു ഈസ് വെരി ബെനവലൻറ്റ്? ഈ മീൻ പിടിക്കാൻ പോയതായിട്ടുള്ള ആളുകളോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പടകിൻ്റെ വലത്തുവശത്ത് വലയെറിഞ്ഞു. അപ്പോൾ അവർ വലയെറിഞ്ഞു, കേട്ടു, അനുസരിച്ചു. എന്തു പറ്റി? വളരെയധികം മീൻ അതിനകത്ത് ഉൾപ്പെട്ടു. ഈ മീനും കൊണ്ട് ഈ വലയും വലിച്ചേര് വന്നതായിട്ടുള്ള അവസരത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ വല പൊട്ടിപ്പോയില്ല. നിങ്ങൾ കടൽത്തീരത്ത് പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എപ്പോഴെങ്കിലും ആയുസ്സിൽ. കടൽത്തീരത്തെ ഈ മുക്കുവരെ മാത്രമല്ല കാണാൻ സാധിക്കുന്നത്, അവർ രാത്രിത്തെ അധ്വാനത്തിന് ശേഷം അവിടെ വന്ന് ഈ പകൽ സമയത്ത് രാവിലെ കുറച്ച് നേരം കിടന്നുറങ്ങും, അതിന് ശേഷം എഴുന്നേറ്റ് അവർ വന്ന് ഈ വലയെല്ലാം നന്നാക്കും. പൊട്ടിപ്പോയതായുള്ള കണ്ണികളൊക്കെ അവർ കൂട്ടിച്ചേർക്കും. അങ്ങനെ പൊട്ടിയ കണ്ണികളെ കൂട്ടിച്ചേർത്ത് മീനെ പിടിക്കുവാനായിട്ട് വല എറിഞ്ഞതായിട്ടുള്ള ശിഷ്യന്മാരാണ്. ആ വല പൊട്ടിയില്ല എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലെ കണ്ണികൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മെൻഡ് ചെയ്യുവാൻ സാധിക്കുന്ന ആളുകളെയാണ് ഇന്ന് ദൈവത്തിന് ആവശ്യം. ഫലം കായ്ക്കുവാനായിട്ട് കഴിയുന്നതായുള്ള ആൾക്കാർ. നമ്മളുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സാധിക്കുന്നതാണ്. ക്യാൻ യു ബിലീവ്? ദൈവത്തിൽ വിശ്വസിക്കുന്നതിനായിട്ട് സാധിക്കും. ഇന്ന് സ്ത്രീകളുടെ നേരെ നടക്കുന്നതായുള്ള ക്രൂരതയും പീഡനങ്ങളും എത്രയോ യാഥാർത്ഥ്യമാണ് എന്നത് ദിനംതോറും ഞാൻ കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ദേഹോപദ്രവം, മാനസികമായുള്ള ഉപദ്രവം, സാമ്പത്തിക ചൂഷണം എന്നിവയ്ക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ അതിനകത്ത് വീണു പോകുന്നു എന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പോപ്പ് ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ എഴുതിയതായുള്ളൊരു പുസ്തകത്തിൻ്റെ പേരാണ് ഹോപ്പ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ എഴുതിയതായുള്ളൊരു പുസ്തകമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഇന്നത്തെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിടേണ്ടതായുള്ള മേഖലകൾ വിഭിന്നവും നവീനവുമാണ്. 3-4 പോയിൻറ്റ്സ് പറഞ്ഞ് ഞാൻ മുമ്പോട്ടേ പോകട്ടെ. 1, വിദ്യാഭ്യാസ ശാക്തീകരണം, അതാണ് വനിതാ മന്ദിരത്തിലൂടെ ഊന്നൽ നൽകുന്നതായിട്ടുള്ള 1. 2, സാമ്പത്തികമായുള്ള ശാക്തീകരണം. ഇത് പറയുന്നത് കൂടുതൽ പണം ഉണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. പൂളിംഗ് ദ റിസോഴ്സസ്, ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്പത്തിനെ വിനിയോഗിക്കുവാൻ കൊണ്ടിടയാവണം. മണ്ണിൽ കുഴിച്ചിട്ടതായുള്ള ആളിനെ കർത്താവ് വിളിച്ചതായുള്ള അവസരത്തിൽ നീ എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നില്ലേ? അവൻ്റെ കയ്യിലുള്ളൊക്കെ എടുത്തു കൊടുക്കണ്ട, വേറൊരു കൊടുക്കാം എന്നെ പറഞ്ഞതായുള്ള കർത്താവിനെ നമുക്കറിയാം. പിടിയരി കൊണ്ട് കാര്യങ്ങൾ നടത്തിയതായിട്ടുള്ള സഭയുടെ ഭാഗമാണെന്നാണ്. പിടിയരി കൊണ്ട് ഇതെല്ലാം സ്ത്രീകളായിട്ടുള്ള നിങ്ങളാണ് നൽകിയിട്ടുള്ളത്. പിടിയരി
ഇന്നത്തെ ആഹാരത്തിന് ഞാൻ എടുക്കുന്നതായിട്ടുള്ള അരിയിൽ നിന്ന് ഒരു പിടി മാറ്റുകയാണ്. ദാറ്റ്സ് ദ പർപ്പസ്. ഇന്നത്തെ വീട്ടിലേക്കുള്ള ആളുകളുടെ ആഹാരത്തിനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആഹാരത്തിൻ്റെ അതിൻ്റെ ഒരു പിടി മാറ്റുകയാണ്. അങ്ങനെയാണ് ഈ സഭയെ വളർത്തിക്കൊണ്ടുവന്നത്. നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവകരങ്ങൾ നൽകുവാൻ തക്കവണ്ണം സാധ്യമായി തീരേണ്ട സാഹചര്യങ്ങളുണ്ട് എന്നത് ഓർക്കണം. സാമൂഹ്യ നിയമ ശാക്തീകരണം, സമത്വ അധികാരങ്ങൾ ഉറപ്പാക്കി സുരക്ഷിത അന്തരീക്ഷം ഒരുക്കണം. സംഘടിച്ച് ശക്തരായിട്ട് തീരുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. പച്ചപ്പട്ടാളം എന്ന തലക്കെട്ടിൽ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. പച്ചപ്പട്ടാളം എല്ലാ സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. അവർ ധരിച്ചതായുള്ള വസ്ത്രം ഗ്രീനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പച്ചപ്പട്ടാളം എന്നവരെ വിവരിക്കുന്നത്. അവർ ചോദിക്കും, തേങ്ങ ഇടണോ? ഞങ്ങൾ കയറിക്കോളാം, എത്ര ഉയരത്തിലാണെങ്കിലും കയറിക്കോളാം. നെല്ല് വിതയ്ക്കണോ? ഞങ്ങൾ ചെയ്തോളാം. പുല്ല് വെട്ടണമോ? ഞങ്ങൾ ചെയ്യാം. കപ്പ നടണോ? ഞങ്ങൾ ചെയ്യാം. ഇതൊന്നും നമുക്കിന്ന് വേണ്ടാത്തതായുള്ള കാര്യങ്ങളാണ്. ഈസ് ഇറ്റ് പോസിബിൾ? അവർ പറയണം, ഞങ്ങൾക്ക് സാധിക്കും. വീൽ ക്ലൈം ദ കോക്കനട്ട് ട്രീ. എത്ര ഉയരത്തിലാണെങ്കിലും കയറിക്കോളാം. ഓരോ തെങ്ങിൽ കയറി തേങ്ങ ഇടുന്നതിന് 65 രൂപ കൊടുത്താൽ മതി. അതിനെ കയറി മുകളിലെല്ലാം വൃത്തിയാക്കി മരുന്നുമൊക്കെ തളിച്ച് താഴെ വരികയാണെങ്കിൽ അവർക്ക് 130 രൂപ കൊടുക്കണം. ബട്ട് ദേ ഡു ഇറ്റ്. എന്നിട്ട് ചോദിക്കുന്നു, തരിശ് ഭൂമിയുണ്ടോ? ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങളതിനകത്ത് വിളവുണ്ടാക്കി നിങ്ങൾക്ക് തിരിച്ചു തരാം. തരിശ് ഭൂമിയുണ്ടോ? മാർത്തോമാ സഭ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ചോദ്യമാണ്, തരിശ് ഭൂമികൾ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്നത്. തരിശ് ഭൂമികൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുന്നതായിട്ട് സ്ഥലങ്ങളുണ്ടോ? സ്ഥലം വാങ്ങിച്ചിട്ടാൽ മാത്രം മതിയോ? വല്ലതും ചെയ്യണ്ടേ? ഇവർ പറയുകയാണ്, ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ ചെയ്തോളാം. അവ വഴിയോര വിപണികൾ വരെ നടത്തി ഒരു വർഷം 10 കോടിയിലധികം രൂപ ഉണ്ടാക്കിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10 കോടിയിലധികം രൂപ ഉണ്ടാക്കി. സാധിക്കുമോ? പച്ചപ്പട്ടാളം എന്നാണ് തലക്കെട്ട്. സൺഡേ ദീപിക ജൂലൈ മാസം 6-ാം തീയതി ഇറങ്ങിയതായിട്ടുള്ള ഫീച്ചറാണ്. ഒരു ടീച്ചറിൻ്റെ കഥയും കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ നിർത്താനായിട്ട് പോവുകയാണ്. ഇലസ്ട്രേഷൻസ് എല്ലാം പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുസുമം എന്നാണ് ആ ടീച്ചറിൻ്റെ പേര്. അതിനെ പൂവെന്നാണല്ലോ എൻ്റെ അർത്ഥം. കുസുമം, പൂവ്. ഈ കുസുമൻ ടീച്ചറെ സമൂഹത്തിൻ്റെ പിന്നാക്കം നിൽക്കുന്നതായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചതായൊരു ടീച്ചറാണ്. അവർ പാലക്കാട് മേഴ്സി കോളേജിൽ നിന്ന് ബിരുദം സമ്പാദിച്ചു. അവർ പിന്നീട് സെല്ലാം മേരിസിൽ പോയി, മദ്രാസിൽ പോയി BEd സമ്പാദിച്ചു. അതിനുശേഷം കോയമ്പത്തൂരെ കോളേജിൽ ചേർന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സമ്പാദിച്ചു. ഇത്രയും ഡിഗ്രികളുള്ളതായുള്ള ഒരു വ്യക്തിക്ക് എവിടെ ജോലി കിട്ടാത്തത്? എന്നാൽ പറഞ്ഞു, എനിക്ക് അട്ടപ്പാടിയിൽ പോയാൽ മതി. അട്ടപ്പാടിയിൽ വെറുതെ പറഞ്ഞില്ല, അവരവിടെ പോയി സ്ഥലം വാങ്ങി വീട് വെച്ച് അവിടെ താമസിച്ചു. അട്ടപ്പാടിയിലുള്ള പല സ്കൂളുകളും മാറി മാറി ശുശ്രൂഷ ചെയ്തുവെങ്കിലും ആ അട്ടപ്പാടിയിലുള്ള എല്ലാവർക്കും സുപരിചിതയായി തീർന്നതായുള്ള കുസുമൻ ടീച്ചർ ഇനി ഒരു വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത അവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം സ്നേഹിച്ചു എന്നതാണ്. അവരെല്ലാം ചേർത്ത് നിർത്തി. ആർക്കെങ്കിലും പഠന സാമഗ്രികളില്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ കുഞ്ഞ് പഠിക്കണം, പഠിച്ച് വളർന്നു വരണം. അങ്ങനെ നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ആഘോഷങ്ങളും എല്ലാം വേണ്ട എന്ന് വെച്ചതിന് ശേഷം അട്ടപ്പാടിയിൽ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് അവരെ പരിപാലിച്ച് വളർത്തിയതായിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ പേരാണ് കുസുമൻ ടീച്ചർ. ഇതും പേപ്പറിൽ വന്നതായിട്ടുള്ളൊരു ഫീച്ചറാണ്. കണ്ണ് തുറന്നു നോക്കിയാൽ നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും. ചെവി തുറന്നാൽ ധാരാളം കേൾക്കുന്നതിനായിട്ട് സാധിക്കും. ഹൃദയം തുറന്നാൽ പല കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനായിട്ട് സാധിക്കും. ഇതെല്ലാം ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വിനിയോഗിച്ച് നമ്മളുടെ വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായുള്ള ഈ അവസരത്തിൽ
നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാൻ. കർത്താവേ, ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കണമേ. ഞങ്ങൾ കാഴ്ചക്കാരായിരിക്കാനല്ല വന്നത്, പിന്നെയോ ഇതിൻ്റെ ഭാഗഭാക്കായി തീരുവാനായിട്ടാണ്. നിനക്ക് ഞങ്ങളെ ആവശ്യമുണ്ട് എന്നറിയാം. ഞങ്ങളുടെ പണത്തെ അല്ല, ഞങ്ങളുടെ സൗകര്യങ്ങളല്ല, ഞങ്ങളെ തന്നെ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ തന്നെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഈ സമർപ്പണത്തോടുകൂടി നമ്മുടെ വനിതാമതത്തിൻ്റെ ശതാബ്ദി സമാപന സമ്മേളനം ഏറ്റവും അനുഗ്രഹീതമായിട്ട് പൂർത്തീകരിപ്പാൻ്റെ കോണം ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളോടും നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടിയും ഔപചാരികമായിട്ട് ഈ ശതാബ്ദി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു.